ഷാലോം ടി വി പ്രേക്ഷകർക്ക് ദൈവനാമത്തിൽ സ്നേഹവന്ദനം. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം ആരംഭിക്കുന്നത് മനുഷ്യന് തിരിച്ചറിവ് നൽകുന്ന ഒരു വചനത്തോടെയാണ്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. വിശാലവും മനുഷ്യത്വപരവുമായ ഒരു ജീവിത വീക്ഷണം രൂപപ്പെടുത്തുന്നതിന് അടിസ്ഥാനമായ വിദ്യാഭ്യാസം, അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. സ്വന്തം അഭിരുചിക്കൊത്ത് കഴിവും പഠനവും തിരഞ്ഞെടുക്കുന്നതിന് വേണ്ട ആധികാരികമായ അറിവും അത് അന്തിമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള തിരിച്ചറിവും ആവശ്യമാണ്. ജീവിതയാത്രയിലുടനീളം വഴികാട്ടിയായ ദൈവം കൂടെയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്തി കിട്ടാൻ നിരന്തരമായ പ്രാർത്ഥനയും ആവശ്യമാണ്. അതോടൊപ്പം അറിവുള്ള വ്യക്തികളുടെ മാർഗനിർദ്ദേശങ്ങൾ കൂടിയാകുമ്പോൾ അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് വഴിത്തിരിവുകളായി മാറിയേക്കാം. മാതാപിതാക്കൾ പലപ്പോഴും അവരുടെ ആഗ്രഹങ്ങൾക്കൊത്തുള്ള ഒരു മാർഗനിർദ്ദേശകമായിരിക്കും കുട്ടികൾക്ക് നൽകുന്നത്. എന്നാൽ ഇവിടെ അന്തിമമായ തീരുമാനം കുട്ടികളുടെ അഭിരുചിക്കായിരിക്കണം. ഇന്ന് വഴികാട്ടി എന്ന ഈ പ്രോഗ്രാമിലൂടെ 10-11 ക്ലാസ്സിലെ കുട്ടികളുടെ കരിയറിനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ ജോർജ് കാരക്കാട്ടാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റും നിയമത്തിൽ ബിരുദവുമുള്ള അദ്ദേഹം മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ഓഫീസറാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് സംശയങ്ങളുമായി ഇവിടെ എത്തിയിരിക്കുന്നത് ഏറ്റുമാനൂർ SFS പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജിലെ വിദ്യാർത്ഥികളാണ്. അവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കരിയർ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചുള്ള കുട്ടികളുടെ സംശയങ്ങളാണ്. നമുക്ക് അവരുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ഇൻട്രസ്റ്റിനാണോ സ്കോപ്പിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഞാനൊന്ന് കരിയർ സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പോലെ തന്നെ ചില സ്പിരിച്വൽ ആസ്പെക്ട്സ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ്. ജീവിതത്തെപ്പറ്റി വിശാലവും മനുഷ്യത്വപരവുമായ ബ്രോഡ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഔട്ട്ലുക്ക് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം. വിദ്യാഭ്യാസത്തിന് 3 ധർമ്മങ്ങളാണ് ചെയ്യാനുള്ളത്. 1, അറിവും വിജ്ഞാനവും സമ്പാദിക്കുക. 2, നല്ല വ്യക്തിത്വം നമ്മിൽ രൂപപ്പെടുത്തുക. 3, സ്വന്തം അഭിരുചിയും താല്പര്യവും അനുസരിച്ചുള്ള ജോലി സമ്പാദിക്കുക. ഇതിൽ 3ാമത്തെ ധർമ്മവുമായി ബന്ധപ്പെട്ടാണ് കരിയർ തിരഞ്ഞെടുക്കേണ്ടത്. ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായും സ്വന്തം അഭിരുചി, കഴിവ്, കുറവുകൾ ഇവയെപ്പറ്റി നമ്മൾ ബോധവാന്മാരാണ്. സാധാരണയായി നമ്മളൊരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആദ്യമായി സമൂഹത്തിലെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ നിർബന്ധം അല്ലെങ്കിൽ ഉയർന്ന ശമ്പളം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഏതാ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും അട്രാക്റ്റീവായിട്ട് പറയുന്നത് ഏത്, ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ സാധാരണ ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നത്. ഇത് ശരിയായൊരു പ്രവണതയല്ല. സ്വന്തം അഭിരുചി മനസ്സിലാക്കുന്നതിന് സാധാരണയായി നമ്മൾക്ക് ഏറ്റവും താല്പര്യവും പഠിക്കാൻ എളുപ്പവുമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ്, കരിയർ എന്നിവ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന് തടസ്സങ്ങൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സാമ്പത്തികമായ ഒരു പ്രശ്നമാകാം. അതിനും പരിഹാരമുണ്ട്. ബാങ്ക് ലോണുകൾ ഇന്നത്തെ സമൂഹത്തിൽ ബാങ്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് MBBS പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി കുറഞ്ഞ ഫീസിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ് നടത്തുന്ന എൻട്രൻസ് ടെസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൽ 600 താഴെയുള്ള റാങ്കെങ്കിലും നേടിയിരിക്കണം. അതിനുള്ള ഫീസ്, വാർഷിക ഫീസ് 24,000 രൂപയാണ് ഇപ്പോൾ. സെൽഫ് ഫിനാൻസും മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് ഏകദേശം 1500 താഴെയുള്ള റാങ്ക്, പരമാവധി 2000 താഴെയുള്ള റാങ്ക് ലഭിച്ചിരിക്കണം. എങ്കിൽ പോലും അപ്പോൾ വാർഷിക ഫീസ് ഒരു വർഷം 3.5 ലക്ഷം രൂപയോളം നൽകേണ്ടി വരും. ഇത് സാധിക്കുമോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം.
അതിന് ബാങ്ക് ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അവൈലബിൾ ആക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. സാറ് ഞാനൊന്ന് ഇൻ്റർഫിയർ ചെയ്യുവാണ്. ഈ നിങ്ങളെല്ലാവരും തന്നെ ഇപ്പം നിങ്ങളുടെ പഠന മേഖലകൾ ഏതാണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്നവരാണ്. 10-11 ക്ലാസ്സിലെ കുട്ടികളാണ്. ശരിക്കും നിങ്ങൾക്ക് ഏത് വിഷയം എടുത്താണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു മാർഗ്ഗനിർദ്ദേശം എങ്ങനെയാണ് കിട്ടിയത്? അതായത് നിങ്ങളുടെ എനിക്ക് തോന്നുന്നത് മരിയറ്റിന് എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. മരിയറ്റിന് ചോദിക്കാം അടുത്ത ചോദ്യം. സർ, കരിയർ തിരഞ്ഞെടുക്കുന്നത് ഞങ്ങളുടെ കഴിവും അഭിരുചിയും അനുസരിച്ചാണെന്ന് സർ പറഞ്ഞു. ഞങ്ങളുടെ കഴിവും അഭിരുചിയും ഏത് മേഖലയിലാണെന്ന് ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയും? പഠനത്തിൽ എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് ലഭിക്കുന്ന ഞാൻ ഏത് കരിയർ തിരഞ്ഞെടുക്കും? ഇന്നിപ്പോൾ അഭിരുചി മനസ്സിലാക്കുവാൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യാം. ഇതിനേക്കാൾ ഉപരിയായി അവരവർ തന്നെ അവരുടെ ഇഷ്ട സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ മനസ്സിലാക്കുവാൻ സാധിക്കും. അത് 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും 11-12 ക്ലാസ് കഴിയുന്ന സമയത്ത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പേരൻസിനും അധ്യാപകർക്കും നിങ്ങളുടെ അഭിരുചിയെ ഏതെന്ന് മനസ്സിലാക്കി തരുവാൻ സഹായിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അവരെ അപ്രോച്ച് ചെയ്യാം. ഇതിനേക്കാൾ ഉപരി കൂടുതൽ വായിച്ച് അറിവിൻ്റെ ഉള്ളറകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ താല്പര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. എപ്പോഴും ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഒന്നാമതായിട്ടും ഒരു അംബീഷൻ ഉണ്ടാകണം. നമ്മുടെ ഏത് ശ്രമത്തിൻ്റെ പിന്നിലും അംബീഷനുണ്ട്. അംബീഷൻ പലതരത്തിലുള്ള അംബീഷനായിരിക്കും. ഗ്ലാമർ നോക്കിയിട്ട് തിരഞ്ഞെടുക്കുന്നതാകാം, ഉയർന്ന ശമ്പളം നോക്കി തിരഞ്ഞെടുക്കുന്നതാകാം, അല്ലെങ്കിൽ അധികാരങ്ങൾ. ഇപ്പം IAS അല്ലെങ്കിൽ സിവിൽ സർവീസ് ചൂസ് ചെയ്യുന്ന ആൾ ഗ്ലാമറും പവറും ലക്ഷ്യമാക്കിയായിരിക്കും ആ പദവിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. പണ്ഡിതനും ഇന്ത്യ രാജ്യത്തിൻ്റെ മുൻ പ്രസിഡൻറ്റുമായ അബ്ദുൽ കലാം തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോ അംബീഷൻ ഈസ് എ ക്രൈം. അംബീഷനൊന്നും ഇല്ലാത്തവരുടെ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കുകയില്ല. ലക്ഷ്യബോധം പോലെ തന്നെ മാർഗങ്ങളും നീതിയുക്തമായിരിക്കണം. സാറ് പറഞ്ഞതിൽ നിന്നും അഭിരുചി എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സർ, ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നതിലും ആ കരിയർ വിജയിപ്പിക്കുന്നതിലും വായനയുടെ സ്വാധീനം എന്താണ്? സ്കൂൾ തലത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ടമെൻ്റൽ സബ്ജക്ട്സ് പഠിക്കുന്ന, പ്രത്യേകിച്ചും സയൻസുകാർക്കും കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവർക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ഘട്ടമാണ് 11-12 ക്ലാസ്സുകൾ. ആ സമയത്ത് ഒരുപാട് വായിക്കാനൊന്നും ഒരുപക്ഷെ സമയം കിട്ടിയില്ല എങ്കിൽ പോലും നമ്മളുടെ ആറ്റിറ്റ്യൂഡുകൾ ഫോം ചെയ്യുന്നതിന് നമ്മളെ നയിക്കുന്ന, നമുക്ക് റോൾ മോഡലായിട്ടുള്ള ചില പുസ്തകങ്ങൾ അല്ലെങ്കിൽ ആ പുസ്തകം എഴുതിയ ആൾക്കാരുടെ ആശയങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കൂട്ടുകാർ അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്സ് പറയുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രായമാണ് ഈ 10, 11, 12 ക്ലാസ്സുകളിലെ ആ സ്റ്റേജ്. ആ സമയത്ത് ശരിയായ റാഷണലായിട്ടുള്ള തിങ്കിങ് രൂപപ്പെടുത്തുന്നതിന് നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. കൂടുതൽ വായിച്ച് നിങ്ങളുടെ പഠനത്തിൽ നിന്നും ഡിസ്റ്റർബ്ഡ് ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് +1, +2, ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ. ഒരു ജോലി കിട്ടുന്നത് വരെ നിങ്ങളുടെ സിലബസിൽ നിന്ന് നിങ്ങൾ ഡീവിയേറ്റ് പോകാൻ സാധ്യതയുണ്ട്. എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില അത്യാവശ്യ പുസ്തകങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അവധിക്കാലത്തൊക്കെ വായിക്കുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഫോർമേഷന് സഹായിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് ആൽബർട്ട് ഐൻസ്റ്റൈൻ, ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് ആൽബർട്ട് ഐൻസ്റ്റൈൻ, അങ്ങനെയൊരു പുസ്തകമുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ അവയർനെസ് നൽകുന്ന മറ്റൊരു പുസ്തകമാണ് ബെർട്രാൻഡ് റസൽ എഴുതിയ റോഡ്സ് ടു ഫ്രീഡം എന്ന പുസ്തകം. ഏതു മേഖലയിൽ ഉള്ള കരിയർ ചൂസ് ചെയ്യുന്നവർക്കും ആ പുസ്തകം വളരെ പ്രയോജനപ്രദമാണ്. പ്രത്യേകിച്ചും IAS, സിവിൽ സർവീസ്, മാനേജ്മെൻറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ പ്രയോജനപ്പെടും. സോഷ്യൽ അവയർനെസ് പൊതുവേ ഇന്നത്തെ തലമുറയിൽ വളരെ കുറവാണ്. പത്രങ്ങൾ വായിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ വളരെ ചുരുങ്ങി വരികയാണ്. എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റിന് മാത്രമാണ് ഈ വായന എന്നൊരു തോന്നൽ പൊതുവെ കുട്ടികളുടെ ഇടയിലുണ്ട്.
എൻ്റർടൈൻമെൻറ്റിനേക്കാൾ ഉപരി എൻലൈറ്റനിങ് എന്നൊരു ആസ്പെക്റ്റാണ് വായനയിൽ കൂടി നമുക്ക് പ്രധാനമായും ലഭിക്കേണ്ടത്. ഇത് ടി വിയിലെ പ്രോഗ്രാം കണ്ടാലോ ഇൻ്റർനെറ്റിൽ കൂടെ ചാറ്റ് ചെയ്താലോ കിട്ടുന്നതല്ല ഈ എൻലൈറ്റൻമെൻറ്റ്. വായനയിൽ കൂടെ മാത്രം കിട്ടുന്ന ഒരു സംഗതിയാണ് എൻലൈറ്റൻമെൻറ്റ്. അത് ലഭിക്കുമ്പോഴാണ് ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത്. ഇൻഫർമേഷൻ, ഫാക്ച്വൽ നോളജ്, അതും ജ്ഞാനവുമായി വ്യത്യാസമുണ്ട്. ഒരു ജ്ഞാനദൃഷ്ടി ലഭിക്കുക എന്ന് പറയുന്നത് ഒരു ഉൾക്കാഴ്ച ലഭിക്കുക എന്നുള്ളതാണ്. ഇത് നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിൽ കൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. ഇപ്പം വായനയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണും. കരിയർ തിരഞ്ഞെടുക്കുന്നതിനും പഠന മേഖല ഏതാണെന്ന് തിരഞ്ഞെടുക്കുന്നതിനും ഒക്കെ വായന എത്രമാത്രം ആവശ്യമാണെന്ന് മനസ്സിലായി കാണും. സ്റ്റെഫിക്ക് എന്താണ് ചോദിക്കാനുള്ളത്? സർ, ഏത് കരിയർ തിരഞ്ഞെടുത്താലും അത് സമൂഹ നന്മയ്ക്കായി വിനിയോഗിക്കാൻ സാധിക്കുമോ? തീർച്ചയായും. ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഒരു നല്ല വ്യക്തിത്വമുള്ളവർ, എല്ലാവർക്കും നല്ല വ്യക്തിത്വം വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ടതാണ്. സമൂഹ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ ഓരോ ശ്രമവും. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്, വി ആർ ബോൺ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഫോർ ദി സേക്ക് ഓഫ് അതേഴ്സ്. നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി ജനിച്ചവരാണ്. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ നമ്മുടെ സ്വന്തം സുഖവും സൗകര്യങ്ങളും മാത്രം നോക്കുന്നു. കുടുംബത്തിലുള്ള അംഗങ്ങളെപ്പോലും നമ്മൾ വേണ്ട പരിഗണന കൊടുക്കുന്നില്ല. സ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മറ്റുള്ളവർക്കുള്ള ഒരു പരിഗണനയാണ്. ഇത് സഹജീവികളുള്ള സഹാനുഭൂതി, ഇത് ജീവിതത്തിൽ എന്നും ആവശ്യമാണ്. നമുക്കും ആവശ്യമാണ്, നമ്മളെപ്പോലെ മറ്റുള്ളവർക്കും ആവശ്യമാണ് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അത് ഏത് പ്രൊഫഷനിലുള്ളവർക്കും ഈ സഹജീവികളുള്ള സഹാനുഭൂതിയുടെ ഓടുകൂടി ഏത് രംഗത്തും പ്രവർത്തിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ആതുര ശുശ്രൂഷ രംഗത്ത് ജോലി ചെയ്യുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഫാർമസിസ്റ്റും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എല്ലാവരും, ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയാണ് സഹജീവികളോടുള്ള സഹാനുഭൂതി. ബൈബിളിൽ തന്നെ യേശുക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വേണ്ട ഉപദേശങ്ങൾ നൽകുന്നതും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ആതുര സേവന രംഗത്ത് ജോലി ചെയ്യുന്നവരും അധ്യാപന രംഗത്ത് ജോലി ചെയ്യുന്നവരും യേശുക്രിസ്തുവിൻ്റെ മാതൃകയാണ് സ്വീകരിക്കേണ്ടത്. സഹജീവികളുടെ ഈ സഹാനുഭൂതിയും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജനിച്ചിട്ടുള്ളവരാണെന്നുള്ള ബോധ്യവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നിഴലിക്കണം. ഏത് രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ഇത് സാധ്യമാക്കാവുന്നതാണ്. സാറിൻ്റെ അഭിപ്രായത്തിൽ ഏത് മേഖലയാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തി തരുന്നത്? ഏത് ജോലിയിൽ പ്രവേശിക്കുന്ന ആൾക്കും ശരിയായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ സംതൃപ്തിയും സന്തോഷവും കൈവരിക്കാം. എങ്കിലും സ്വന്തം കഴിവും അഭിരുചിയും അനുസരിച്ച് ജോലി തിരഞ്ഞെടുക്കുന്നവർക്ക് ആ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് കൂടുതൽ ശമ്പളം നോക്കി ജോലി തിരഞ്ഞെടുത്താൽ കിട്ടുകയില്ല. കൊമേഴ്സ് ഫീൽഡിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ശമ്പളത്തിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാം. ഉദാഹരണത്തിന് ഒരു CA-കാരനെ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് കിട്ടേണ്ടതായ ടാക്സ് വെട്ടിക്കുന്നതിന് കൂട്ടു നിൽക്കാം കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട്. ഇതിനൊരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. പണം കൊണ്ടെല്ലാം ജീവിതത്തിൽ നേടാം എന്ന ചിന്ത കൊമേഴ്സ് ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും ഹ്യൂമാനിറ്റീസ് ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും സയൻസിൻ്റെ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പണം കൊണ്ടും സംതൃപ്തി ലഭിക്കുകയില്ല എന്നുള്ളത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ തോന്നുന്നു. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഇപ്പോൾ കൂടുതൽ കുട്ടികളും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡാണ് തിരഞ്ഞെടുക്കുന്നത്. ഞങ്ങൾക്ക് പറ്റിയ മറ്റ് മേഖലകൾ ഏതാണ്? അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ മികവുള്ളവരുടെ ഷോർട്ടേജ് ഉള്ള ഒരു ഫീൽഡാണ് അധ്യാപനം. എല്ലാവരും എഞ്ചിനീയറിംഗും മെഡിസിനും പോകുന്നതുകൊണ്ട് മിടുക്കരായ ആരെയും അധ്യാപക ജോലി കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. പല വിഷയങ്ങൾക്കും ഇപ്പോൾ കോളേജുകളിൽ നല്ല നെറ്റ് എന്നുള്ളത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി കഴിഞ്ഞ് എഴുതാവുന്ന UGC അല്ലെങ്കിൽ CSIR
കാരണം എനിക്ക് തോന്നുന്നത് ഒരു കാലയളവിൽ നല്ല മാർക്ക് +2 വാങ്ങിച്ചിരുന്ന കുട്ടികളെല്ലാം ഈ പറയുന്ന എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ മേഖലയിലേക്ക് തിരിഞ്ഞു പോവുകയായിരുന്നു. ഈ ഡിഗ്രി എടുത്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് അധ്യാപന വൃത്തിയിലേക്ക് പോകാൻ ആരും തന്നെ ഇല്ലായിരുന്നു. ഉണ്ടെങ്കിൽ തന്നെ ഡിഗ്രി എടുക്കുന്നവർ വളരെ മാർക്ക് കുറഞ്ഞവരായിരിക്കും. അപ്പോൾ അവർക്ക് ഈ നെറ്റ് ഇതൊന്നും പാസ്സാകാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ടായിരിക്കും. തീർച്ചയായും. പ്രത്യേകിച്ചും ബോട്ടണി, സുവോളജി അതിനുപോലും ഏറ്റവും മാർക്ക് കുറഞ്ഞവരാ പോകുന്നതെന്നാണ് പൊതുവേ ധാരണ. അതിനുപോലും നെറ്റ് പാസ്സായവരോ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ PhD ഉള്ളവരോ ഇന്ന് കോളേജുകളിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ ഹിസ്റ്ററി അധ്യാപകരായിട്ട് ഇന്ന് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യാൻ പോലും ആരുമില്ല. കാരണം നെറ്റോ PhD ഉള്ള ഹിസ്റ്ററിയിലുള്ള കാൻഡിഡേറ്റ്സ് ആരും തന്നെ ഇല്ല. അതുപോലെ ആഗ്രഹിച്ച അധ്യാപന വൃത്തിയിലേക്ക് വരുന്നവരും വളരെ കുറവാണെന്ന് തോന്നുന്നു. ഒന്നാമത് അവർക്ക് കിട്ടുന്ന ശമ്പളം അത്ര മെച്ചമല്ല. മറ്റ് മേഖലകളെ വെച്ച് നോക്കുമ്പോൾ അധ്യാപകർക്ക് കിട്ടുന്ന ശമ്പളം അത്രയും ഇല്ല എന്നുള്ളൊരു തോന്നലാണോ ഇങ്ങനെ അതോ അവർക്കുള്ള ആറ്റിറ്റ്യൂഡിൻ്റെ കുഴപ്പം കൊണ്ടാണോ അധ്യാപന വൃത്തിയിലേക്ക് അധികം ആളുകൾ വരാത്തത്? ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംതൃപ്തി തരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അധ്യാപന വൃത്തി തന്നെയല്ലേ? തീർച്ചയായും. ശമ്പളക്കുറവല്ല, ഉയർന്ന ശമ്പളവും സ്റ്റാറ്റസുമാണ് കോളേജ്, യൂണിവേഴ്സിറ്റി, കോളേജ് തലങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ +1 +2 ഗവൺമെൻറ് എയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്കും ഉയർന്ന ശമ്പളം തന്നെയാണ് ലഭിക്കുന്നത്. പൊതുവെയുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികൾക്ക് ഒരു മാസം തന്നെ 2 ലക്ഷം 5 ലക്ഷം ഇതൊക്കെയാണ് മനസ്സിൽ. ഇവിടെ ഗവൺമെൻറ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോളേജ് അധ്യാപകന് തുടക്കത്തിൽ കിട്ടുന്ന PhD ഉണ്ടെങ്കിൽ 40,000 റുപ്പീസാണ് ഒരു കോളേജ് അധ്യാപകന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകന് കിട്ടുന്നത്. +1 +2 മേഖലയിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് തുടക്കത്തിൽ തന്നെ ഏതാണ്ട് 25,000 ബിറ്റ്വീൻ 25,000 30,000 റുപ്പീസ് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കുന്നതിന് പലതരത്തിൽ ജീവിക്കാം. ആർഭാടത്തോടെ ആഡംബരത്തിലും ഒക്കെ ജീവിക്കാം. പക്ഷേ വലിയ ആഡംബരവും ആർഭാടവും കൂടാതെ ജീവിക്കാൻ 2 പേരുടെ ശമ്പളം വേണമായിരിക്കാം. 2 +2 അധ്യാപകർ അല്ലെങ്കിൽ 2 ഹൈസ്കൂൾ അധ്യാപകരുടെ ശമ്പളം കൊണ്ട് ഇന്നത്തെ കാലത്ത് സുഭിക്ഷമായി സ്വന്തം നാട്ടിൽ ജീവിക്കാം. അപ്പോൾ പെട്ടെന്ന് റിച്ച് ആകാൻ വേണ്ടിയാണ് മറ്റു മേഖലകളിലേക്ക് തിരിഞ്ഞു പോകുന്നതെന്നർത്ഥം. അതെ. ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ ലോട്ടറി അടിച്ചതുപോലെ പെട്ടെന്ന് റിച്ച് ആകണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് എല്ലാവരും എഞ്ചിനീയറിംഗ് പോയി, സ്വകാര്യ മേഖലയിലെ കമ്പനികളിൽ പോയി, ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ പോയി ജീവിതം തുലച്ചിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഡൈവോഴ്സ് കേസുകളാണ്. എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയിട്ട് സോഫ്റ്റ്വെയർ മേഖലയിൽ രാത്രിയും പകലും ഉറക്കമില്ലാതെ, ഫാമിലി ലൈഫ് ഇല്ലാതെ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റാതെ, കുടുംബജീവിതം സാധ്യമാകാതെ ജീവിതത്തിൽ ഫെയിലിയറായി തിരിച്ചു വരുന്നത്. താല്പര്യമില്ലാതെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പോകുന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എഞ്ചിനീയറിംഗിന് പോകുമ്പോൾ ഏറ്റവും മികവുള്ള സ്ഥാപനങ്ങളിൽ മികവോടെ പാസ്സാകാൻ സാധിച്ചാൽ ഏറ്റവും ഉത്തമം എന്ന് വിചാരിച്ച് എല്ലാവർക്കും IIT, NIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബിറ്റ്സ് പിലാനി, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പിലാനി ഇങ്ങനെയുള്ള മികച്ച സ്ഥാപനങ്ങളിൽ തന്നെ അഡ്മിഷൻ കിട്ടുന്നവർക്ക് മാത്രമല്ല ജോലി സാധ്യതകൾ. ഇവിടെയും വേറെ കേരള ഗവൺമെൻറ് കീഴിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നല്ല എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. ഒരു 2001 മുമ്പ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അതായത് ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, കോതമംഗലം, പാലക്കാട്, ഇങ്ങനെ അതിനുശേഷം പാമ്പാടിയിലും വന്നിട്ടുണ്ട്. ഇത്രയും എഞ്ചിനീയറിംഗ് കോളേജേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, അവിടെ അഡ്മിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ 1000-ൽ താഴെ റാങ്ക് കിട്ടണം. സ്റ്റേറ്റിൻ്റെ എൻട്രൻസ് ടെസ്റ്റിൽ 1000-ൽ താഴെ റാങ്ക് കിട്ടണം. ഇപ്പോൾ ഏതാണ്ട് 75,000 സീറ്റുകളാണ് എഞ്ചിനീയറിംഗിന് വിവിധ ബ്രാഞ്ചുകളിലായിട്ട് കേരളത്തിലുള്ളത്. എനിക്ക് തോന്നുന്നത് മോളുടെ ചോദ്യത്തിൽ നിന്ന് നമ്മൾ സ്വല്പം ഡീവിയേറ്റ് ചെയ്ത് പോയോ എന്നൊരു സംശയം. ഏതെല്ലാം മേഖലകൾ, അതായിരുന്നു ചോദ്യം. മെഡിസിൻ, എഞ്ചിനീയറിംഗ് കൂടാതെ മറ്റു മേഖലകൾ, ഇവർക്ക് ശോഭിക്കാൻ പറ്റുന്ന മറ്റു പുതിയ മേഖലകൾ ഏതൊക്കെയാണ് എന്ന് മെൻഷൻ ചെയ്തു പോകാവോ? എഞ്ചിനീയറിംഗ് പോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്ന കുട്ടികൾ പേരൻസിന് അന്നേരത്തെ അപ്പോഴുള്ള ഒരു സ്റ്റാറ്റസ് നോട്ടത്തിൻ്റെ ഫലമായി മക്കൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ മകൻ എഞ്ചിനീയറിംഗ് അല്ലെ മെഡിസിൻ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയാണ് മക്കളെ എഞ്ചിനീയറിംഗ് അല്ലെ മെഡിസിൻ നിർബന്ധിച്ച് ഡൊണേഷൻ കൊടുത്തായാലും ചേർക്കുന്നത്. പക്ഷേ ഇന്നത്തെ അധ്യാപനം പോലെ തന്നെ കൂടുതൽ സാധ്യതകളുള്ള മേഖലയാണ് ഇൻഷുറൻസ്,
ബാങ്കിങ് മേഖല. ഇന്ന് പല കുട്ടികളും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബാങ്കിങ് സർവീസിലേക്കാണ് വരുന്നത്. പലപ്പോഴും മാത്തമാറ്റിക്സിൽ ബേസ് ഉള്ളതുകൊണ്ട് അവർക്ക് അധികം സെലക്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമുണ്ട് മാത്തമാറ്റിക്സിൽ ബേസ് ഉള്ള എഞ്ചിനീയറിംഗ് കുട്ടികളെ ബാങ്കിങ് മേഖലയിലേക്ക് കൊണ്ടുവരാൻ. അത് ബാങ്കിൽ ജോലി കിട്ടാൻ എഞ്ചിനീയറിംഗ് പഠിക്കേണ്ട ആവശ്യമില്ല. എഞ്ചിനീയറിംഗിൻ്റെ വിവിധ ബ്രാഞ്ചുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെടണം. അതിൽ ഏത് ബ്രാഞ്ച് പഠിച്ചാലും കഷ്ടപ്പെടാതെ ജയിക്കാൻ പറ്റില്ല. 75,000 സീറ്റിൽ ഉള്ള ചേരുന്ന കുട്ടികളിൽ ഏകദേശം 38-40% കുട്ടികൾ മാത്രമേ ജയിക്കുന്നുള്ളൂ. അതും വിതിൻ ദ കോഴ്സ് പീരീഡ് 4 വർഷത്തിനുള്ളിൽ. ആകപ്പാട് 7 മാർക്ക് ലിസ്റ്റാണ് ഒരു കുട്ടിക്ക് സാധാരണഗതിയിൽ ഇവിടെ ഈ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ NIT-കളിലാണെങ്കിൽ 8 മാർക്ക് ലിസ്റ്റ് കാണും. ഓരോ 8 സെമസ്റ്ററിൽ 8 മാർക്ക് ലിസ്റ്റേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ പേരൻസിൻ്റെ നിർബന്ധത്തിനും സ്റ്റാറ്റസും നോക്കി ചേരുന്ന കുട്ടികളിൽ 10, 35, 40 മാർക്ക് ലിസ്റ്റുകളാണ് പഠിച്ചിറങ്ങുമ്പോൾ കാണുന്നത്. സപ്ലിമെൻ്ററി മാർക്ക് ലിസ്റ്റുകളിലാണ് ഇങ്ങനെ ഒരു കെട്ടാണ് ഫയലിനകത്തിരിക്കുന്നത്. ഇതിൻ്റെ കാരണം അഭിരുചിയും താല്പര്യവും സ്വന്തം കഴിവും കുറവുകളും ഒന്നും മനസ്സിലാക്കാതെ എഞ്ചിനീയറിംഗ് ചേരുന്നത് കൊണ്ടാണ്. മാത്തമാറ്റിക്സിൽ ബേസ് ഉള്ളവർ മാത്രമേ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ ചേരാവുള്ളൂ. അധ്യാപനവും ബാങ്കിങ്, ഇൻഷുറൻസ് പോലെ തന്നെ ജോലി സാധ്യതയുള്ള മറ്റൊരു മേഖലയാണ് പൈലറ്റ്, വിമാന സർവീസ്. വിമാന യാത്രകൾ ഇനിയുള്ള കാലഘട്ടത്തിൽ കൂടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സബ്സിഡികളെല്ലാം ബാങ്ക് മുഖേന വിതരണം ചെയ്യാനാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം, പ്ലാന്. അതനുസരിച്ച് ബാങ്കിങ് മേഖലയിൽ കൂടുതൽ ജോലിക്കാരെ ഇനിയുള്ള കാലഘട്ടത്തിൽ ആവശ്യം വരും. കൊമേഴ്സൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ബാങ്കിങ് മേഖലയിലേക്ക് തിരിയാവുന്നതാണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സർ, ഗവൺമെൻറ് മേഖലയും സ്വകാര്യ മേഖലയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അതിൽ ഏത് മേഖല തിരഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം? സാധാരണയായി ഇന്നത്തെ തലമുറയിലുള്ള വിദ്യാർത്ഥികൾ കൂടുതലും ഗവൺമെൻറ് മേഖലയിലുള്ള ജോലിയോട് താല്പര്യം കുറവാണ്. പക്ഷേ അത് ശരിയായ ഒരു പ്രവണതയല്ല. ഗവൺമെൻറ് ജോലിയുടെ അട്രാക്ഷൻ കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് പൊതുവേ ഒരു പറച്ചിലുണ്ട്. കാരണം കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ കേരള ഗവൺമെൻറ്റിലെ പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ കോൺട്രിബ്യൂട്ടറി പെൻഷൻ ആക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ശമ്പളത്തിൽ നിന്നൊരു തുക പിടിച്ച് അതുതന്നെ നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു തരും. റിട്ടയർ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും തിരസ്കരിക്കപ്പെടുന്നൊരു സമയമാണ്. ഇപ്പോൾ 55 അല്ല 56 അല്ലെ 60 വയസ്സ്, ഇനി അത് ഒരു പക്ഷേ 65 വയസ്സ് ആകും റിട്ടയർമെൻറ്റ് പ്രായം. ഈ കാര്യം നമ്മൾ ഏജിനെ പറ്റി ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ചെറുപ്പമായ നിങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ പേരൻസ് ആകും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആശ്രയിക്കാൻ ആരുണ്ട് എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഇപ്പോഴേ ചിന്തിച്ചാലേ ഉള്ളൂ അന്നത്തെപ്പറ്റി നമ്മൾ എന്തെങ്കിലും കരുതലുകൾ ഉണ്ടാകുള്ളൂ. ഗവൺമെൻറ് ജോലിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ റിട്ടയർ ചെയ്യുമ്പോൾ, അതായത് 55 അല്ല 60 വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ നമുക്കൊരു പെൻഷൻ എല്ലാ മാസവും കിട്ടും. നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങളുടെ പേരൻസിനോട് നിങ്ങളുടെ പേരൻസിനെ പരിചരിക്കാൻ സാധിക്കുമോ അവരുടെ വാർദ്ധക്യകാലത്തിൽ? ഇതൊക്കെ നിങ്ങൾ സ്വയം ആലോചിക്കേണ്ട കാര്യമാണ്. സ്വന്തം നാട്ടിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്വന്തം നാട്ടിൽ ജോലി കിട്ടുന്നതോട് താല്പര്യമില്ല. എപ്പോഴാണ് താല്പര്യം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ പഠിക്കാനൊക്കെ പോയി കഴിയുമ്പോൾ, കുട്ടികളെ സ്കൂളിലൊക്കെ അയക്കുന്ന സമയത്ത്, കുട്ടികളുടെ അടുത്ത് ആരും ഇരിക്കാനില്ലാത്ത സമയം വരുമ്പോൾ അപ്പോൾ മാത്രം പേരൻസിനെ ആവശ്യം വരും. കൊച്ചുമക്കളെ നോക്കാൻ ഗ്രാൻഡ് പേരൻസിനെ ആവശ്യം വരും. ഈ ഗ്രാൻഡ് പേരൻസിനെയൊക്കെ നോക്കേണ്ട സമയത്ത് അവർക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ മക്കളുടെ സഹായമില്ലായും അവർക്ക് ജീവിക്കാം. വല്ല മരുന്നൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ പെൻഷൻ കൊണ്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ പെൻഷൻ കൂടാതെ തന്നെ ഒന്നിച്ചൊരു തുക ഗ്രാറ്റുവിറ്റി ആയിട്ട് ഗവൺമെൻറ് സർവീസ് റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അതായത് ലാസ്റ്റ് 10 മന്ത്സ് സാലറിയുടെ ആവറേജിൻ്റെ 30 ഇരട്ടി. അത് കാൽക്കുലേറ്റ് ചെയ്യും. ഉദാഹരണത്തിന് 50,000 രൂപ ഒരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ 30 ഇരട്ടി, സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് 7 lakhs ഒന്നിച്ച് കിട്ടും. അതൊക്കെ ഓരോ വർഷവും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഒന്നിച്ച് വേറെ PF പ്രൊവിഡൻറ്റ് ഫണ്ട് നമ്മളിന്ന് പിടിക്കുന്ന സംഖ്യ അവിടെ ഒന്നിച്ച് കൂട്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുക്കാം. പിരിയുന്ന സമയത്ത് എല്ലാം ബാലൻസ് ഉള്ളതെല്ലാം ഒന്നിച്ച് കിട്ടും. വേറെ ഒത്തിരി സേവിങ്സ് ഗ്രാറ്റുവിറ്റി കൂടാതെ തന്നെ പെൻഷൻ തന്നെ കമ്മ്യൂട്ട് ചെയ്തെടുക്കാം. ഏതാണ്ട് 40% പെൻഷൻ്റെ, അതായത് 12 വർഷത്തേക്കുള്ള പെൻഷൻ ഒന്നിച്ച് നമുക്ക് ഒരു എമൗണ്ടായിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ ആ തുക 12 വർഷത്തിന് ശേഷം ഡിവൈഡ് ചെയ്തും കിട്ടും. അപ്പോൾ 12 വർഷത്തേക്ക് പെൻഷൻ കുറയുന്നേ ഉള്ളൂ. 12 വർഷവും പിന്നെയും പെൻഷൻ്റെ തുക കൂടുകയാണ്. ഇത്രയൊക്കെ ആനുകൂല്യങ്ങൾ നമുക്ക് ഗവൺമെൻറ് സർവീസിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ് സർവീസിൽ കിട്ടുന്ന അംഗീകാരം
പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കിട്ടുന്നില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ബാംഗ്ലൂർ ആ ജോലി എന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല. അതേസമയം ഇവിടെ ഒരു IAS കാരനാണെന്ന് വെച്ചാൽ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ അധിപനാണ്. എന്തെല്ലാം സൗകര്യങ്ങളും പേർക്സും ആനുകൂല്യങ്ങളും അംഗീകാരവുമാണ് ഒരു കളക്ടർക്ക് ലഭിക്കുന്നത്. ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ആണെങ്കിൽ IAS പാസ്സായാൽ മതി. അപ്പം ഗവൺമെൻറ് ജോലിയുടെ സുരക്ഷിതത്വമാണ് നിങ്ങൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. ബാംഗ്ലൂർ പോയി ഏതെങ്കിലും സോഫ്റ്റ്വെയർ കമ്പനിയിൽ രാത്രിയും പകലും നിങ്ങൾക്ക് വേണ്ട സുഖസൗകര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തുകൊണ്ട് നിങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് നിങ്ങളെ ഒരു സുപ്രഭാതത്തിൽ പിരിഞ്ഞു പൊക്കോളാൻ പറയും. കമ്പനി കുറേ ലാഭം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളോട് പിരിഞ്ഞു പൊക്കോളാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്കൊന്നും കാണില്ല. നിങ്ങൾക്ക് ഒരു ജോബ് സെക്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല. പിന്നെ വേറെ കമ്പനികൾ തപ്പി പോകേണ്ടി വരും. അതുപോലെ തന്നെ പ്രായമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് യാതൊരു റിട്ടേൺസും നിങ്ങൾക്ക് കിട്ടില്ല. ഇപ്പോൾ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്നൊക്കെ സ്വകാര്യ മേഖലയിലൊക്കെ പ്രൊവിഡൻറ്റ് ഫണ്ടുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഗവൺമെൻറ് ജോലിയുടെ അത്രയും ഒരു അട്രാക്ഷൻ ഇതിനൊന്നും പ്രൈവറ്റ് മേഖലയിൽ കാണില്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ പിരിച്ചു വിടാം. പക്ഷേ അവർക്ക് ഉയർന്ന ശമ്പളം ജോലി ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഉയർന്ന ശമ്പളം അവിടെ തന്നെ ചിലവഴിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്ലൈറ്റ് യാത്രയ്ക്ക് പോകേണ്ടി വരും, വിദേശ രാജ്യങ്ങളിൽ പോകേണ്ടി വരും. തിരിച്ചു വരുമ്പോൾ ആ പൈസ എല്ലാം തീർന്നിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു യാത്രാ ചെലവിലുള്ള പൈസ വേണമെങ്കിൽ ജോലി ചെയ്യുന്ന പേരൻസിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ മാസം 1.5 ലക്ഷം രൂപയായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ 2 ലക്ഷം രൂപയായിരിക്കും. ഇവിടെ ഗവൺമെൻറ് ജോലിയിൽ ഒരു മാസം 50,000 രൂപ കിട്ടിയാലും ഇവിടെ സുഭിക്ഷമായിട്ട് കഴിയാം. ധനമുള്ളവൻ സ്വന്തം നാട്ടിൽ രാജാവാണ്. നമ്മൾ ജനിച്ച നാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് കിട്ടുന്നത്. നമ്മൾ ജനിച്ച നാടിനോട് നമ്മൾ അറിയാതെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്കൊരു അടുപ്പമുണ്ട്. നമ്മളോട് കൂടെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ സാധിക്കും, ബന്ധുക്കളെയൊക്കെ കാണും എന്ന് വിചാരിച്ച് ആരും വെളിയിൽ പോയി ജോലി ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. വെളിയിലൊക്കെ പോയി ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ശമ്പളം കിട്ടി കുറച്ച് നാൾ ലീവ് എടുത്തൊക്കെ ഗവൺമെൻറ് സർവീസിന് ലീവ് എടുത്തൊക്കെ അമേരിക്ക, മറ്റുള്ള ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോയി ജോലി ചെയ്ത് സമ്പാദിക്കാനുള്ള ലീവൊക്കെ നിങ്ങൾക്ക് മിക്ക സമയത്തും ഗവൺമെൻറ് അനുവദിക്കാറുണ്ട്. ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമാണെന്ന് തോന്നുന്നു. ഈ ചർച്ചയിൽ നമ്മൾ ഇന്ന് പൊതുവായ കുറേ കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഒരു കരിയർ എങ്ങനെ തിരഞ്ഞെടുക്കാം, അതിൽ അഭിരുചിക്ക് എന്താണ് പ്രാധാന്യം, വായനയിൽ കരിയർ തിരഞ്ഞെടുക്കുന്നതുമായിട്ടുള്ള ബന്ധമെന്ത്, പ്രാധാന്യമെന്ത്, അതുകൂടാതെ മറ്റു പല വേറിട്ട മേഖലകൾ ഏതൊക്കെയാണ് എന്നും സാറ് മെൻഷൻ ചെയ്തു. ഇനി ഈ മേഖലകളെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.